പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ പുണ്യ കുടീരങ്ങളാണ് റോമിനെ ആഗോളസഭയുടെ തലസ്ഥാനമാക്കിയതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം. നമുക്ക് പാലാരൂപതയ്ക്ക് സിറോ മലബാർ സഭയ്ക്ക് ഇതുപോലെ പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഖബറ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അൽഫോൻസാമ്മ ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണ്. രാജ്യാന്തരങ്ങളിലേക്ക് അമ്മയുടെ പേരും അമ്മയുടെ വിശുദ്ധിയും വ്യാപിച്ചു കഴിഞ്ഞു. ആ ഒരു വിശുദ്ധിയുടെ പ്രഘോഷണമാണ് ഇന്ന് ഇവിടെ നമ്മൾ വീണ്ടും ഓർക്കുന്നത് അല്ലെങ്കിൽ ആരംഭം കുറിക്കുന്നത്. അൽഫോൻസാമ്മ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഒരു ആത്മീയതയാണ്. ലോക ബഹുമതികളിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ച അമ്മയെ ദൈവം മലമുകളിൽ പണിത പട്ടണമാക്കി മാറ്റിയിരിക്കുകയാണ്. പീഠത്തിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെയാണ്. സൃഷ്ടികളെ മറന്ന് സൃഷ്ടാവിനെ സ്നേഹിച്ചവളാണ് അൽഫോൻസാമ്മ. സൃഷ്ടവസ്തുക്കളുടെ ആകർഷണത്തിൽ കുടുങ്ങി സൃഷ്ടാവിൽ എത്തിച്ചേരാത്ത നല്ലൊരു പറ്റം ആളുകൾ ലോകത്തിലുണ്ട്. അവർക്കെല്ലാം ഈ അൽഫോൻസാമ്മ ഒരു പുത്തൻ ഉണർവ് നൽകും എന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശ. അൽഫോൻസാമ്മയ്ക്കുള്ളത് ക്രൂശിതന്റെ മുഖമായിരുന്നു. ദൈവത്തെ സ്നേഹിക്കാൻ കുരിശിന്റെ വഴിയാണ് ഏറ്റവും നല്ലതെന്ന് തിരിച്ചറിഞ്ഞവളാണ്. അൽഫോൻസാമ്മയുടെ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള ഫോർമുല സ്നേഹിക്കുക സമം സഹിക്കുക എന്നത് തന്നെയാണ്. ക്രൂശിതനോട് അനുരൂപപ്പെടാൻ സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയ പുണ്യവതി ആണ് അൽഫോൻസാമ്മ. കുരിശില്ലാതെ എനിക്ക് ഈശോയെക്കുറിച്ച് ഓർക്കാൻ കഴിയുകയില്ല. രോഗശയ്യയായിരുന്നു അവരുടെ വലിയ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മണ്ഡലം എന്ന് നമുക്കറിയാം. അൽഫോൻസാമ്മയുടെ തിരുനാള് ആത്മീയ പ്രാധാന്യമുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ നടത്തുന്നത്. ഈ തിരുനാള് വേറിട്ട ഒരു രീതിയിൽ ദൈവത്തോട് സംസാരിക്കാനുള്ള അവസരമായിരിക്കണം എന്നുള്ള നമ്മളുടെ ഉറച്ച നിലപാട് കൊണ്ടാണത്. യാമ പ്രാർത്ഥനകൾ, പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുംഭസാരം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന നൽകുന്നത്. ദൈവികതയുടെ അവബോധം പ്രദേശ സമുദായസ്ഥിതമായ സ്വത്വബോധമായി വളരേണ്ടതാണ്. ഈ സ്വത്വബോധം കേവലം ഒരു ഗോത്രബോധം അല്ലെങ്കിൽ കേവലം പ്രാദേശികം എന്നതല്ല, മറിച്ച് ദൈവജനത്തിൻ്റെ ഒന്നിപ്പും ആ ദൈവജനത്തെ ദൈവാരാധനയിൽ കോർത്തിണക്കുന്നതുമായ അത്ഭുതകരമായ ഒരു അവസ്ഥയാണിത്. ഏകാഗ്രതയും താപസഗുണവും സാത്വിക ഭാവങ്ങളും പ്രാർത്ഥനാ മന്ത്രങ്ങളും വഴി സഭയെ റീവാലറൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് അമ്മ പഠിപ്പിക്കുകയാണ്. ആഡംബരങ്ങളുടെ അർത്ഥമില്ലായ്മ എടുത്തു കാണിക്കുന്ന തിരുനാളാണിത്. ആഡംബരങ്ങൾ വളർച്ചയല്ല, അത് തളർച്ചയും വിളർച്ചയുമാണെന്ന് അൽഫോൻസാമ്മ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഈ ബോധ്യം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. വിനയവും ലാളിത്യവും നിലനിൽക്കുന്ന ഗുണങ്ങളുടെ ഒരു ലോജിസ്റ്റിക്സ് ആണ്
ഈ തിരുനാൾ വഴി ഈ രൂപതയും നമ്മുടെ സഭയും സ്ഥാപിച്ചെടുക്കാൻ പരിശ്രമിക്കുന്നത്. അൽഫോൻസാമ്മ ഒരു കണ്ടിന്യൂഡ് ലെൻഡാണ്. നിരന്തരമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നോമ്പുകാലം പോലെ. അമ്മയൊരു ഓൺഗോയിങ് പെന്തക്കോസ്റ്റാണ്. എന്നും എല്ലാ അവസരങ്ങളിലും നവീകരണം ഉണ്ടായിരിക്കണം എന്ന ബോധ്യത്തിൽ നമ്മോട് സംസാരിക്കുന്ന അമ്മ. കണ്ടിന്യൂഡ് ലെൻഡും ഓൺഗോയിങ് പെന്തക്കോസ്റ്റും എന്ന രണ്ട് ചിന്തകൾ ഈ കവറിൽ ഒന്നിച്ചു ചേരുകയാണ്. സമൂഹത്തെ സ്വർഗോന്മുഖമാക്കി നിർത്താനുള്ള വലിയ പരിശ്രമമാണിത്. അൽഫോൻസ കേന്ദ്രം സമാധാനത്തിൻ്റെയും തീർത്ഥാടനത്തിൻ്റെയും ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെയും ഉറവിടമാണ്, നാടാണ്. അതുകൊണ്ടാണ് നാനാജാതി മതസ്ഥര് ഈ കവറിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. സ്വർഗത്തിൻ്റെ ഒരു അംശം ഇവിടെ കാണാൻ അവർക്ക് കഴിയുന്നുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടാണിരിക്കുന്നത്. അത്യന്തം വേദനാജനകമായ കാര്യങ്ങളാണതെല്ലാം. ഇന്നത്തെ ദീപികയിലും മനോരമയിലും മറ്റു പത്രങ്ങളിലുമെല്ലാം പ്രസിദ്ധീകരിച്ച വാർത്തകൾ ഈ സാമൂഹ്യ വിപത്തിന്റെ ഗൗരവം സമൂഹത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ജനജാഗ്രത വളർത്തുന്നതിൽ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്ന പത്രങ്ങൾക്കും ചാനലുകൾക്കും ഇവിടെ ഈ സമൂഹം അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഇതൊരു നിയമ സമാധാന പ്രശ്നം മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളെയും യുവജനങ്ങളെയും ഭാവി തലമുറയെയും ബാധിക്കുന്ന ഒരു സാമൂഹിക ക്യാൻസറാണ്. കേരള പോലീസ് മുൻകൈയെടുത്ത് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ, അതിൻ്റെ തുടർ പരിപാടിയായി ശക്തമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തണ്ടർ നമുക്ക് ആത്മാഭിമാനം നൽകുന്നുണ്ട്. എന്നാൽ ഇത് പോലീസിൻ്റെയോ എക്സൈസ് വകുപ്പിൻ്റെയോ മാത്രം ഉത്തരവാദിത്വമായിട്ട് നമ്മൾ മാറ്റിക്കളയരുത്. സഭയും കുടുംബങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും പൊതു സമൂഹവും ഒരുമിച്ച് കൈകോർക്കുമ്പോഴാണ് മയക്ക് മരുന്നിനെ ഇവിടെ നിന്ന് മാറ്റിക്കളയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ തിരുനാള് നമ്മോട് ആവശ്യപ്പെടുന്ന നിരവധിയായ കാര്യങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കലാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ വിശുദ്ധമായ കർമ്മത്തിലൂടെ നടത്തുന്നത്. നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മുന്തിരിച്ചെടിയും ശാഖകളും മുന്തിരിക്കുലയും പോലെയുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത്. ആ ബന്ധമില്ലെങ്കിൽ ഉണക്കക്കമ്പാണ് നമ്മൾ. ഉണക്കക്കമ്പിൻ്റെ അവസ്ഥ തീയാണ്. തീയ പ്രതീകാത്മകമായിട്ട് നരകമാണ്. സഭയുടെ വിശുദ്ധ പൈതൃകങ്ങളോട് ചേർന്ന് നിൽക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. മയക്കുമരുന്ന് വിമുക്തമായ ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ സമുദായങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് അവരുടെ കാർഷിക ഉന്നമനത്തിന് വേണ്ടി കൂടുതലായിട്ട് നമ്മൾ പ്രയത്നിക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒന്നു ചേർന്നാൽ നമുക്ക് ഈ ദേശം, ഈ പ്രദേശം, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി, പാലാ, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി, കോതമംഗലം, ഹൈറേഞ്ച് മുഴുവൻ, കുട്ടനാട് ഉൾപ്പെടെ എല്ലാം കർഷകരാണ്. സർക്കാർ അവരുടെ പൂർണ്ണമായ ഒരു ശേഷി സമ്പത്ത് ഈ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി നൽകേണ്ടതാണ്.
അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം നമുക്കതിന് ആവശ്യമാണ്. സഭയുടെ ലിറ്റർജിയുടെ പൂർണ്ണമായ ആഘോഷം അപ്പോഴാണ് ഈ അപ്പസ്തോലിക സഭ അഭിമാനം കൊള്ളുന്നത്. ഇനിയും കുറെയെല്ലാം അക്കാര്യത്തിൽ നമ്മൾ വളരേണ്ടതുണ്ട്. ആർഭാടങ്ങളോട് വിട പറയേണ്ടതുണ്ട്. സഭയിൽ നിലനിൽക്കുന്ന ഒരു കളക്റ്റീവ് ക്രൈസിസ് ഓഫ് ഐഡന്റിറ്റി, അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ക്രിസ്ത്യൻ വാല്യൂസ് ഹൈജാക്ട് ആകുന്നുണ്ട്. അവിടെയെല്ലാം എൻ്റെ പൂർണ്ണമായ ബോധ്യം അൽഫോൻസാമ ഈസ് ദ റൈറ്റ് കീ ടു ഓപ്പൺ ദ റൈറ്റ് ഡോർ. അമ്മയുടെ ഈ തുമ്പ്, അമ്മയുടെ ആത്മീയ മേഖലയിലെ ഔന്നത്യം, ആ താക്കോൽ കൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിലെ, സഭയിലെ, വിശാല സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കണം. ഇവിടെ വരുന്നവരെല്ലാം യോഹന്നാനെ പോലെയാണ്. ഈശോയുടെ ഹൃദയം വായിച്ചയാള്, രൂപാന്തരീകരണം കണ്ടയാള്, കുരിശുമരണം കണ്ടയാള്, ജലവും രക്തവും ഒഴുകുന്നത് കണ്ടയാള്, കച്ച കണ്ട് വിശ്വസിച്ചയാള്, അന്ത്യകാലത്തിൽ ഇരട്ടി അപ്പം കർത്താവ് കൊടുത്തതല്ലെങ്കിൽ സ്വീകരിച്ചവൻ, ഇതെല്ലാം പ്രത്യേകതയുള്ള അപ്പസ്തോലിക അംശങ്ങളാണ്. ഈ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാനെ പോലെ കർത്താവ് പറഞ്ഞല്ലോ, അവൻ മരിക്കുകയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ എല്ലാം യോഹന്നാൻ ജീവിക്കുകയാണ്. യോഹന്നാൻ ഒരു ന്യൂ ബ്രീത്തിങ് നമുക്ക് നൽകുന്നുണ്ട്. ഒരു ഈസി ഓക്സിജനേഷൻ, എളുപ്പത്തിൽ ശ്വസിക്കാനുള്ള കാര്യം, ദൈവികമായ കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് യോഹന്നാൻ മരിക്കുന്നില്ലെങ്കിൽ നിനക്കെന്ത്? പത്രോസിനോട് ചോദിച്ചതാണല്ലോ, നീ എന്നെ അനുഗമിച്ചാൽ മതി. അവന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ 2 കാര്യങ്ങൾക്കാണല്ലോ ഈശോ ഉത്തരം കൊടുത്തത്. നീ എന്നെ അനുഗമിക്കുക, നീ ക്രൂശിക്കപ്പെടും, നീ ഭരണം നടത്തേണ്ടവനാണ്, നിനക്ക് എതിർപ്പുണ്ടാകും, നിനക്ക് രക്ഷപ്പെടാൻ വരെ മാർഗമൊന്നുമില്ല, നീ എന്നെ അനുഗമിക്കണം. നീ ക്രൂശിക്കപ്പെടുമെന്ന് തന്നെയായിരുന്നു. യോഹന്നാനെ കുറിച്ച് അവൻ ജീവിക്കട്ടെ. ഈ പറഞ്ഞ സുവിശേഷങ്ങളിലൂടെ, ദൈവാനുഭവത്തിലൂടെ അതങ്ങ് ജീവിക്കട്ടെ. അത് ജീവിക്കുമ്പോഴാണ് സഭയ്ക്ക് ലൈവ്ലിനെസ് ഉണ്ടാകുന്നത്. ഈ അമ്മയുടെ പുണ്യ ഖബറും നമുക്കതുപോലുള്ള പുത്തൻ ദൈവാനുഭവത്തിന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു വേദിയായിട്ട് മാറണം. വളരെയേറെ നാളുകളായിട്ട് ഇതിനു വേണ്ടി ബഹുമാനപ്പെട്ട റെക്ടേഴ്സിനും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഇവിടെയുള്ള വൈസ് ഡോക്ടർമാര്, സ്പിരിച്വൽ ഫാദേഴ്സ്, കൊറോണ വികാരി, അസിസ്റ്റന്മാര്, ഇവിടുത്തെ വോളണ്ടിയേഴ്സ്, വൈക്കാരന്മാരെല്ലാം കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് വളരെ റിച്ച് ആയിട്ടുള്ള ആത്മീയ വിരുന്നാണ് ഈ ദിവസങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. അത് നമുക്ക് അനുഭവിക്കണം, പങ്കെടുക്കണം. അമ്മ വഴി അച്ഛനിവിടെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കണം. നമ്മുടെ ധാരാളം ആളുകൾ ഇതിൽ പ്രാർത്ഥനയ്ക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ വലിയ പിതാവാണ് അൽഫോൻസാമ്മയെ അൾത്താരയിൽ എത്തിച്ചയാള്, ഒരു യാതൊരു സംശയവുമില്ല. അമ്മ ഇന്ന് ലോകം മുഴുവനും അൾത്താരയിൽ വണങ്ങപ്പെടുന്നതിന്റെ പ്രധാന കാരണക്കാരൻ പുള്ളിക്കാപ്പുറമ്പിൽ വലിയ പിതാവാണ്. അതുകൊണ്ട് പിതാവിന്റെ സാന്നിധ്യത്തിന് നമുക്ക് വലിയ ആഹ്ലാദമാണുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലംപറമ്പിൽ പിതാവ് കൂട്ടത്തിലുണ്ട്. പിതാവ് അടുത്ത ദിവസത്തോടെ കുർബാന അർപ്പിക്കും. പിതാവ് നല്ല മിഷണറിയാണ്. നമ്മുടെ സിനഡിൽ പൗരസ്ത്യ സഭകളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്ന ചുരുക്കം ചില പിതാക്കന്മാരിൽ ഒരാളാണ് കൊല്ലംപറമ്പിൽ പിതാവ്. അദ്ദേഹം നല്ലപോലെ പഠിച്ച് ഒരുങ്ങി നിർഭയത്തോടു കൂടി സിനഡിൽ നടത്തുന്ന ഇന്റർവെൻഷൻസ് സഭയുടെ ഐക്യത്തിന് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് എനിക്കുറപ്പുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും ബഹുമാനപ്പെട്ട MLA, പ്രിൻസിലമ്മ, ഇതിനോട് ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിയും എല്ലാവരും വളരെ പ്രധാനപ്പെട്ടതാണ്. വിശാല സമൂഹത്തിലെ ആളുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു, അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിക്കുന്നു. നമുക്ക് ഈ പിഞ്ചിരിപ്പ് ക്രമത്തിലേക്ക് പ്രവേശിക്കാം.